സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രഹസ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം എന്റെ 1-2 വാക്യങ്ങൾ. ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പിൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസൊപ്പൊത്തേമയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമനായ ദൈവം അവന് പ്രത്യക്ഷനായി. പ്രൈസ് ദി ലോർഡ്. നമ്മളോട് ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത്, അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസൊപ്പൊത്തേമയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമനായി ദൈവം പ്രത്യക്ഷനായി എന്നുള്ളതാണ്. അപ്പൊ തേജോമനായി ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി എന്ന് പറയുമ്പോൾ അബ്രഹാം അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം, ആ ദൈവ മഹത്വം എത്ര ഭയങ്കരമാണ്, എത്ര ശ്രേഷ്ഠമാണ്. അബ്രഹാമിനെ എത്രമാത്രം സന്തോഷിപ്പിച്ച് കാണും. ആ ദൈവമഹത്വം അബ്രഹാം അനുഭവിച്ചപ്പോൾ തന്റെ ജീവിതത്തിലുടനീളം എന്തെല്ലാം മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ വന്നു എന്ന് നമുക്ക് ആലോചിക്കാനുള്ളതേ ഉള്ളൂ, ചിന്തിക്കാനുള്ളതേ ഉള്ളൂ. അതിനെക്കുറിച്ച് ധ്യാനിക്കണം. അപ്പോഴാണ് നമുക്ക് അതിന്റെ മഹത്വം, തേജോമനായ ദൈവം അവന് പ്രത്യക്ഷമായ ആ വാക്ക് തന്നെ എത്ര ഭയങ്കരമല്ലേ, തേജോമനായ ദൈവം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത സഹോദര സഹോദരി, തേജോമനായ ദൈവം നിനക്കും നിന്റെ കുടുംബത്തിലും നിന്റെ ജീവിതത്തിനും പ്രത്യക്ഷമാകാൻ വേണ്ടി ആത്മഭാരത്തോടെ ദാഹത്തോടെ നീ ഇരിക്കുകയാണെങ്കിൽ, പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും അബ്രഹാമിന് പ്രത്യക്ഷമായ ദൈവം നിനക്ക് പ്രത്യക്ഷമാകും. പ്രൈസ് ദി ലോർഡ്. ഈ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം എന്ന് പറയുന്നത് സ്തേഫാനോസിന്റെ പ്രസംഗമാണ്. അല്ലയോ, സ്തേഫാനോസിന്റെ പ്രസംഗത്തിനകത്ത് മഹാപുരോഹിതന്മാർ ചോദിച്ച ഇത് ഉള്ളത് തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ സ്തേഫാനോസ് ശക്തമായിട്ട് പഴയകാല ജീവിതത്തിൽ അല്ലെ വിശുദ്ധന്മാരുടെ ജീവിതത്തെ തൊട്ട് തുടങ്ങി സ്തേഫാനോസ് നിൽക്കുന്ന കാലയളവിൽ വരെയുള്ള ലലിയ ദൈവത്തിന്റെ മഹത്വത്തെയാണ് വർണ്ണിക്കുന്നത്. സ്തോത്രം. ലലിയ, നമ്മൾ ഈ വേദപുസ്തകം വായിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ പഴയ നിയമ വിശുദ്ധന്മാർ അഥവാ ഭക്തന്മാർ അവരോട് ദൈവം ഇടപെട്ട് അവരോട് ദൈവം സംസാരിച്ച് തേജോമനായ ദൈവം അവർക്ക് പ്രത്യക്ഷമായതൊക്കെ നമ്മൾ വായിച്ച് പഠിച്ച് ഗ്രഹിച്ച് നമ്മൾ ആ പാതയിലൂടെ വേണം വരാൻ. അല്ലെങ്കിൽ ആ അനുഭവത്തിലൂടെ വന്നെങ്കിൽ മാത്രമേ പുതിയ നിയമ സഭയിൽ നിൽക്കുന്ന എനിക്കും നിങ്ങൾക്കും ഈ തേജോമനായ ദൈവം പ്രത്യക്ഷമാകുള്ളൂ. അല്ലെങ്കിൽ ഈ തേജോമനായ ദൈവം നമുക്ക് പ്രത്യക്ഷമാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ വളരെ നമ്മൾ കാത്തു സൂക്ഷിക്കണം കേട്ടോ, രക്തം ചെയ്യും. അല്ലെങ്കിൽ അപ്പൊ ഇവിടെ തേജോമനായ ദൈവം പ്രത്യക്ഷമായി. അല്ലെങ്കിൽ അബ്രഹാമിലുള്ള സമയത്ത് ഒരുപാട് വാഗ്ദത്തങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അല്ലുരിയ അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി. പിന്നെ യഹോവ അവനെ പുറത്തു കൊണ്ടുപോയി, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി അല്ലുരിയ ഇങ്ങനെയാകും എന്ന് ദൈവം വലിയ വാഗ്ദത്തം കൊടുക്കുകയാണ്. അല്ലേരിയ. അപ്പം നിനക്ക് സന്തതിയില്ലല്ലോ എന്ന് കരുതി ദുഃഖിച്ച് അബ്രഹാം മനം കലങ്ങി ഇരിക്കുമ്പോഴാണ് കർത്താവ് അല്ലെങ്കിൽ ആകാശത്തിലെ മനോഹരമായ തിളങ്ങി നിൽക്കുന്ന ശോഭിക്കുന്ന നക്ഷത്രങ്ങളെ കാണിച്ചിട്ട് പറയാണ്, നിന്റെ സന്തതി ഇതുപോലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. എത്ര വാസ്തവചനമല്ലേ. നമുക്കറിയാം, വീണ്ടെടുക്കപ്പെട്ട ദൈവസഭ, ദൈവമക്കൾ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്നത് കാണുമ്പോൾ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം എത്ര ഭയങ്കരമായി, എത്ര ശ്രേഷ്ഠമായി നമ്മൾ ചിന്തിക്കണം. അല്ലേലൂയ. അപ്പൊ ഇവിടെ നീ ആകാശത്തേക്ക് നോക്കുക, അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് പറഞ്ഞു. നിന്റെ സന്തതി ഇങ്ങനെയാകൂ എന്ന് അവരോട് കൽപ്പിച്ചു. അല്ലേലൂയ. സ്തോത്രം. എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ ദൈവ സാന്നിധ്യം നിൽക്കുമ്പോൾ, വിശ്വസത്തോട് നിൽക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യും. ഞാന് നിങ്ങളോട് പറയട്ടെ, വിവാഹം കഴിഞ്ഞ തലമുറയില്ലാതെ 10-12 വർഷമൊക്കെ കാത്തിരിക്കുന്ന അനവധി ആളുകളുണ്ട്. അല്ലേലൂയ. അങ്ങനെ നിങ്ങൾ നിരാശപ്പെട്ടിനി ഞങ്ങൾക്ക് കുട്ടികളെ കിട്ടത്തില്ല, എവിടെങ്കിലും ഒരു കുട്ടിയെ എടുത്ത് വളർത്ത് അഡോപ്ഷൻ ചെയ്ത് കൊണ്ടുവരാം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന അനവധി ആളുകളുണ്ട്. അല്ലേലൂയ. നിങ്ങൾ എത്ര പുറത്തുനിന്നൊരു കുട്ടിയെ എടുത്ത് വളർത്തിയാൽ ആ കുട്ടി വളർന്നു വരും തോറും ആ കുട്ടിയുടെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകും. കാരണം വേറൊരു അപ്പനും അമ്മയ്ക്കും വേറൊരു പാരമ്പര്യം ജനിച്ച ആ കുട്ടി അല്ലെങ്കിൽ വളരും തോറും നിങ്ങൾ സ്വന്തം മകനെ പോലെ വളർത്തിയാലും ആ കുട്ടിയുടെ സ്വഭാവ ഗുണം നമ്മൾ വെളിപ്പെടുത്തും. അപ്പോൾ നിങ്ങൾ പറയും, ഇതിനെ ഒന്ന് എടുക്കണ്ടായിരുന്നു, ഇതിനെ ഒന്ന് വളർത്തണ്ടായിരുന്നു
ഇതിനെയൊക്കെ കൊണ്ടുവന്നത് അല്ലെങ്കിൽ പ്രശ്നമായി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പുറത്ത് പറഞ്ഞില്ലേ നിങ്ങളുടെ ഉള്ളിൽ ആ വിഷയങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് സ്വന്തം മകനോട് കാണിക്കുന്ന, സ്വന്തം കുട്ടിയോട് കാണിക്കുന്ന സ്നേഹം പുറത്തു നിന്നുള്ള ഒരു കുട്ടിയോട് കാണിക്കത്തില്ല. അല്ലെങ്കിൽ ഇനി അങ്ങനെ കാണിക്കുന്നൊക്കെ അതൊരു സ്നേഹപ്രകടനം മാത്രം. എത്ര ഉദാഹരണങ്ങൾ, എത്ര തെളിവുകൾ ഞാൻ തരാം. എന്നാൽ സ്വന്തം രക്തത്തിൽ നിന്നൊരു കുട്ടി ഉണ്ടായാൽ അതിനെ ജീവന് തുല്യമാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ട് അബ്രഹാം പറയുന്നത്, അബ്രഹാമിന്റെ ഉള്ളിലെ വിഷമത്വം, ദൈവമേ അങ്ങ് എനിക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടല്ലോ, എനിക്ക് സന്തതിയെ തരുമെന്ന്. ഞാനിപ്പോ ഏകദേശം പ്രായമായി, എനിക്കിപ്പം വലിയ പ്രായത്തിന്റെ എല്ലാ അനുഭവത്തിലും ഞാൻ വളരെ ക്ഷീണിതനും ദുഃഖിതനുമാണ്. ഇതുവരെ എനിക്ക് കുട്ടിയെ കിട്ടിയിട്ടില്ല അല്ലേ? അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിൽ ദൈവം അവൻ്റെ ഒരു പ്രത്യക്ഷമായിട്ട് നിന്റെ സന്തതി ആകാശത്തിൽ തിളങ്ങി നിൽക്കുന്ന മനോഹരമായ വെളിച്ചം നൽകുന്ന മിന്നി വിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെ അബ്രഹാമേ ഞാൻ നിനക്ക് സന്തതിയെ തരും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സഹോദര തലമുറയില്ലാതെ നീ ഭാരപ്പെടുകയാണെങ്കിൽ ആ തേജോമനായ ദൈവം നിനക്കൊന്ന് പ്രത്യക്ഷമായ ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി അബ്രഹാമിനെ പോലെ നിന്നെ ഒന്ന് ഒരുക്കി കൊടുക്കുന്നെങ്കിൽ നിന്റെ ഭവനത്തിനകത്ത് ദൈവം നിന്റെ ജീവിതത്തിനകത്ത് നീ അനുഭവിക്കുന്ന കഷ്ടത, നിന്ന അപമാനത്തിന് നടുവിൽ മക്കളില്ലാത്ത സൗകര്യമാരെ ദൈവം നിനക്ക് തലമുറകളെ തരും. എങ്ങനെ? ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്ന മക്കളെ തരും. പ്രൈസലോ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളൊന്നും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് ചെറുപ്പകാലത്തിൽ തന്നെ അവരോട് അവരുടെ ഓരോ മതത്തിന്റെ പ്രമാണം അനുസരിച്ച് ചെറുപ്രായത്തിൽ തന്നെ മതത്തിന്റെ ചിട്ടയ്ക്കനുസരിച്ച് വളർത്തിയെടുക്കുന്നുണ്ട്. പക്ഷേ ആ കുട്ടി വളരുന്നതോറും ആ മതത്തിന്റെ ചിട്ടയിലൊന്നും അല്ല വളരെ. ഇന്നത്തെ കാലഘട്ടത്തിൽ തലമുറകളെല്ലാം ദൈവത്തിനകന്ന് പാപത്തിന് അധീനമായ അനുഭവത്തിലാണ് എൻ്റെ ഏരിയ. എന്നാൽ യഥാർത്ഥത്തിൽ നാം കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിച്ച് തേജോമനായി ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് അബ്രഹാമിനെ പോലെ വിശ്വാസത്തെ കാത്തിരുന്നാൽ അവനൊരു മകനെ കൊടുത്ത് ഇസഹാക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ചു. അല്ലേരിയ. അത് മുഖാന്തരം അബ്രഹാമിന്റെ ജീവിതം, ഇസഹാക്കിന്റെ ജീവിതം, പിന്നീട് ഇസഹാക്കിന്റെ ജീവിതത്തിലുണ്ടായ മക്കൾ, അല്ലേരിയ, യാക്കോബിന്റെ ജീവിതം പഠിച്ചാൽ, യാക്കോബിനുണ്ടായ മകൻ യോസേഫിനെ പഠിച്ചാൽ, യോസേഫിന്റെ തലമുറ തൊട്ട് യേശുക്രിസ്തുവിന്റെ കാലഘട്ടം വരെ പഠിച്ചാൽ, അല്ലേരിയ, തേജോമനായ ദൈവത്തിന്റെ അരുളപ്പാടാൽ ലഭിച്ച നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്ന മക്കളെ ഭൂമിയിലുടനീളം കാണാൻ കഴിയും. പ്രൈസലോട്. അല്ലേരിയ. അതൊരു ആത്മീയമായി ചിന്തിച്ച് ആ ഒരു അനുഭവത്തിൽ വന്നാലേ നമുക്ക് അനുഭവത്തിൽ നിറയാൻ പറ്റത്തുള്ളൂ. അല്ലേരിയ. അപ്പൊ നമ്മുടെ ജീവിതം എന്നൊക്കെ പറയുന്നത് എത്ര ശ്രേഷ്ഠമായി, എത്ര പവിത്രമായി, ശുദ്ധമായി, വിശുദ്ധമായി, വിശുദ്ധിയിൽ നമ്മൾ കാത്തു സൂക്ഷിച്ചാലാണ് ഈ തേജോമനായ ദൈവം നമുക്ക് ഇടപെടുകയുള്ളൂ നമ്മൾ ചിന്തിക്കണം. അല്ലേരിയ. എല്ലാവരും ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നവരാ. ദൈവത്തെ കാണണം, ദൈവത്തെ കണ്ടുമുട്ടണം, ദൈവത്തോട് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരെ. എന്നെ കേൾക്കുന്ന പ്രിയരേ, നിങ്ങളുടെ ദൃശ്യമായ കണ്ണുകൾ കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ദൈവത്തെ കാണാൻ കഴിയത്തില്ല. ലോകം പഠിപ്പിക്കും, ലോകമതങ്ങൾ, ലോക നേതാക്കന്മാർ, അതുപോലെ ലോക മത നേതാക്കന്മാരെല്ലാം പഠിപ്പിക്കും ദൈവത്തെ കാണിച്ചു തരാമെന്ന്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഉലകത്തിൽ ഒരു മനുഷ്യനും ദൈവത്തെ കാണിച്ചു തരാൻ പറ്റില്ല. കാരണം ദൈവത്തെ ആരും കണ്ടിട്ടില്ല, ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തെ കാണാൻ പറ്റത്തില്ല. കാരണം ദൈവം ആത്മാവും ജീവനുമാണ്. ആത്മാവും ജീവനുമായിരിക്കുന്ന ദൈവത്തെ, ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ, ഈ അണ്ടഘടാകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവനായ ആത്മാവും ജീവനുമായിരിക്കുന്ന ദൈവത്തെ നമുക്ക് കാണണമെങ്കിൽ, ആ തേജോമനായ ദൈവം നമുക്ക് പ്രത്യക്ഷമാകണമെങ്കിൽ, നാം വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ, ദൈവത്തിൽ സത്യസന്ധമായി നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മുടെ ജീവിതം പവിത്രമാകുമ്പോൾ, അല്ലേരിയ, ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വിശുദ്ധി നിറഞ്ഞു നിൽക്കുന്നെങ്കിൽ ആത്മീയമായി നിനക്ക് ദൈവത്തെ കാണാൻ കഴിയും. അങ്ങനെ അതിന്റെ പുറക്കണ്ണുകൾ കൊണ്ടല്ല, ദൃശ്യമായ കണ്ണുകൾ കൊണ്ടല്ല, നിന്റെ അദൃശ്യമായ അകത്തെ കണ്ണുകൾ കൊണ്ട് നിനക്ക് ദൈവത്തെ കാണാൻ കഴിയും. പ്രൈസോ. അപ്പൊ നമ്മുടെ അകത്തെ ഹൃദയദൃഷ്ടിയെ പ്രകാശിക്കട്ടെ. പൗലോസ് നിശ്ചയമായിട്ട് എഫേസ്യരംഗത്ത് പറയുന്നുണ്ട് കേട്ടോ, ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെന്ന്. അപ്പൊ അബ്രഹാം എന്നൊക്കെ പറയുന്ന ആ വ്യക്തിത്വത്തെ നമ്മൾ മനസ്സിലാക്കി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ദൈവത്തെ പഠിക്കണം. ഞാൻ ഈ അബ്രഹാമിനെ കുറിച്ചും പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ചും ഒക്കെ പ്രസംഗിക്കുമ്പോൾ ഒരു സഹോദരൻ നിരന്തരമായിട്ട് എന്നെ ചീത്ത പറയാറുണ്ട്. അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ യേശു ഉണ്ടല്ലോ. അങ്ങനെ നമുക്ക് വേദപുസ്തകം എല്ലാം വായിക്കാനും പഠിക്കാനും ഉള്ളതാണ്.
പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം തൊട്ട് ദൈവം ഉപയോഗിച്ച എല്ലാ ഭക്തന്മാരെയും വെളിപ്പാട് പുസ്തകം അവസാനം വരെ നമ്മൾ പ്രസംഗിക്കണം. കാരണം നമ്മുടെ കർത്താവ് ന്യായപ്രമാണത്തെ നീക്കുവാൻ വന്നവനല്ല, നിവർത്തിപ്പാൻ വന്നവനാണ്. ദൈവം ഓരോ കാലഘട്ടത്തിലും ഓരോ സാഹചര്യത്തിലും പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം തന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഓരോരുത്തരെ തിരഞ്ഞെടുത്ത് അവരിലുണ്ടായ പാപത്തെ വെളിപ്പെടുത്തി പിന്നീട് ദൈവം പ്രവർത്തിച്ച പ്രവൃത്തി നമുക്ക് വെളിപ്പെടുത്തി തന്നു കഴിയുമ്പോൾ നമുക്ക് ആ പാപബോധം ഉണ്ടാകണം. പഴയ നിയമം വായിക്കുമ്പോൾ പാപബോധം ഉണ്ടായി, പാപത്തിന്റെ പ്രമാണത്തെക്കുറിച്ച് തിരിച്ചറിവുണ്ടായി. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പാപമില്ലാത്ത വിശുദ്ധമായ ഒരു ജീവിതം നയിപ്പാൻ പഴയ നിയമത്തിൽ പലരെയും നമുക്ക് ദൈവം ഉദാഹരണങ്ങളായിട്ട് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പഴയ നിയമത്തിൽ ദൈവം പാപത്തെ ശിക്ഷിക്കുന്ന ദൈവമായിരുന്നു. പാപത്തെ ശിക്ഷിക്കും, പാപത്തെ ക്ഷമിക്കും. എന്നാൽ ഈ കാലഘട്ടത്തിലും ദൈവം പാപിയെ സ്നേഹിക്കുന്നു, പാപത്തെ വെറുക്കുന്ന ദൈവമാണ്. പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കും. ആ പാപിക്കാണ് ദൈവം പ്രത്യക്ഷമാകുന്നത്. അവൻ പാപിക്കെന്ന് പറഞ്ഞാൽ അവൻ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ തേജോമനായ ദൈവം പ്രത്യക്ഷമാകും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളിൽ മനം കലങ്ങി കണ്ണുനീരോടെ ദുഃഖത്തോടു കൂടി ഇരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹത്തിൽ ഒരുപാട് ദൈവങ്ങളുണ്ട്. ക്രൈസ്തവ സമൂഹത്തിൽ ഒരുപാട് ദൈവങ്ങളുണ്ട്. അല്ലെങ്കിൽ അവരും ഭൂമിയിലുള്ള സകല പുണ്യവാളന്മാരെയും സകലരുടെയും എല്ലാം വിഗ്രഹങ്ങളെ പണിത് അവരും വിഗ്രഹാരാധന നടത്തുന്നവരാണ്. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. നമ്മൾ വിഗ്രഹങ്ങളെ വിട്ടുവരാം. നിങ്ങൾ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 20-ാം അധ്യായം ഒന്ന് തൊട്ട് അങ്ങോട്ട് വായിക്കണം. ആവർത്തനം 5-ന്റെ പേരില്ല. കാരണം ഞാനല്ലാതെ അന്യ ദൈവം നിനക്ക് ഉണ്ടാകരുത്. മീതെ സ്വർഗത്തിലോ വെള്ളത്തിലോ ഭൂമിയിലോ വെള്ളത്തിലോ ചലിക്കുന്ന യാതൊന്നിന്റെ പ്രതിമ ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ പാടില്ല എന്ന് പറഞ്ഞിട്ടും ക്രൈസ്തവ സമൂഹം വിഗ്രഹങ്ങളെ സേവിക്കുന്നു. അല്ലേ? അങ്ങനെ വിഗ്രഹങ്ങളെ സേവിക്കുന്നതുകൊണ്ട് നമുക്ക് തേജോമനായ ദൈവത്തിന്റെ പ്രത്യക്ഷത ഉണ്ടാകത്തില്ല. തേജോമനായ ദൈവത്തിന്റെ പ്രത്യക്ഷത നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ സാക്ഷാൽ ആത്മാവും ജീവനുമായിരിക്കുന്ന ദൈവത്തെ തന്നെ സേവിക്കണം. ഹല്ലേലൂയ. രക്തജയം. ഞാനും ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് ക്രൈസ്തവ വിശ്വാസത്തിലൊക്കെ പോകുന്നയാളാണ്. ആലോചിച്ചോട്ടം വിശ്വാസം പെന്തക്കോസ്ത് വിശ്വാസത്തിൽ വന്നിട്ട് ഇത് 26 വർഷമായുള്ളൂ. എനിക്ക് വയസ്സ് കുറച്ച് 60 അപ്പൊ എന്റെ കഴിഞ്ഞ 30-34 വർഷം എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളെപ്പോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കെല്ലാം നിന്ന് പോകുന്ന വ്യക്തിയാണ്. എന്നാൽ സത്യദൈവത്തെ അറിഞ്ഞപ്പോൾ ഹൃദയത്തിന്റെ അന്തർഭാഗത്തെ പാപത്തിന്റെ അശുദ്ധിയെ നീക്കിക്കളഞ്ഞപ്പോൾ തേജോമനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷമായതുപോലെ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ എന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചപ്പോൾ ദൈവനോട് സംസാരിച്ചപ്പോഴാണ് ഈ വചനത്തിന്റെ ശ്രേഷ്ഠതയൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തന്നെ ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അബ്രഹാമിന് തേജോമനായ ദൈവം ഇടപെട്ട് അവന്റെ ജീവിതത്തിലെ ക്ലേശങ്ങളെ മാറ്റി, പ്രയാസങ്ങളെ മാറ്റി, പ്രതികൂലങ്ങളെ മാറ്റി അവന് സന്തതിയെ കൊടുത്ത് തലമുറകളെ കൊടുത്തു. ആ പരമ്പര വലിയൊരു വിശാലതയിലേക്ക് വന്നു. എന്ന് മാത്രമല്ല, അബ്രഹാമിനുണ്ടായി നാടുമാട് കന്നുകാലികളെല്ലാം പെരുകി. ഇസ്ഹാക്കിന്റെ ജീവിതത്തിലും യാക്കോബിന്റെ ജീവിതത്തിലും ഒക്കെ അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഫിലിപ്പി ലേഖനം 4:19 ഞാൻ പറഞ്ഞ ബാക്കി, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ദാനത്തിനൊത്തവണ്ണം ഹല്ലേലൂയ ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഇതൊരു വാഗ്ദത്തം, ഒരു അനുഗ്രഹത്തിന്റെ വചനമാണ്, ഒരു നന്മയുടെ വചനമാണ്. നിങ്ങൾ ഏതെല്ലാം സാഹചര്യത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയാണോ, ബുദ്ധിമുട്ട് കടന്നു പോകുന്ന ജോലിയിൽ, കടത്തിൽ, കടബാധ്യത, സാമ്പത്തിക ഞെരുക്കം, കുടുംബത്തിനകത്തെ പ്രയാസങ്ങൾ, ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയാതെ നിന്നെ അലട്ടുന്ന പ്രതിസന്ധികൾ, രൂക്ഷമായി നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന അനവധി വിഷയങ്ങളുണ്ട്. ഹല്ലേലൂയ. മക്കളുടെ പഠനം, കുടുംബത്തിന്റെ ജീവിതം, ഒരു വീടില്ലാതെ, സ്ഥലമില്ലാതെ, കടക്കേടി, കടമോന്ന ലോണ് എന്നുവേണ്ട എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങളെ ഭാരപ്പെടുന്നുണ്ട്. അതിന്റെ നടുവിൽ ദൈവം പറഞ്ഞ അബ്രഹാമിന് പ്രത്യക്ഷമായ തേജോമനായ ദൈവം നിനക്ക് പ്രത്യക്ഷമാകുമ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തോണം, ക്രിസ്തുവിന്റെ ധനത്തിനൊത്തോണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായിട്ട് തീർത്തു തരും. വിശ്വാസം സ്വോത്രം പറഞ്ഞാട്ട് ഇന്ന് പകൽ ഏതെങ്കിലും വിധത്തിൽ കടക്കണിയിലൂടെ, ഞെരുക്കത്തിലൂടെ, സങ്കടത്തിലൂടെ നീ കടന്നു പോവുകയാണെങ്കിൽ ഇന്ന് പകൽ നിന്റെ ബുദ്ധിമുട്ടുകൾ തീർക്കാൻ കഴിയുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. അവന്റെ പേര് നസ്രാനായ യേശു എന്നാണ്. ഹല്ലേലൂയ. നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായിട്ട് തീർത്തു തരാൻ കഴിയുന്ന ഒരു വ്യക്തി ഈ ലോകത്തിലില്ല.
ഈ ലോകത്തിലൊരു വ്യക്തിക്ക് നമ്മുടെ ബുദ്ധിമുട്ട് തീർക്കാൻ പറ്റത്തില്ല. താൽക്കാലികം നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും തരും. അതൊരു പ്രാവശ്യം, രണ്ട് പ്രാവശ്യത്തിന്, മൂന്നാമത്തെ പ്രാവശ്യം ചെല്ലുമ്പോൾ ആ വ്യക്തിയുടെ മുഖം കറക്കും, ആ വ്യക്തിയുടെ സ്വഭാവം മാറും, വാക്കുകൾ മാറും. അല്ലേലിയ. പിന്നെ നമ്മളെ കണ്ട മിണ്ടത്തിൽ ഒരുപക്ഷെ നമ്മൾ വിളിച്ചാൽ പോലും അനങ്ങത്തില്ല. അല്ലേലിയ. അപ്പൊ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ ഈ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തുന്ന ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്ത് തരുമെന്ന് പറഞ്ഞാൽ അത് കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. അല്ലേലിയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാനിത് നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കരുത് കേട്ടോ. ഞാൻ കഴിഞ്ഞ ചില മാസം വളരെ ഞെരുക്കത്തിലൂടെ കടന്നുപോയി. എനിക്ക് ചില സാമ്പത്തിക ഒരു കുട്ടിയുടെ പഠനത്തിലുള്ള ബന്ധത്തിലാണ്. ഞാൻ പല വാതികളിൽ ഞാൻ മുട്ടി നോക്കി, പലരോട് ഞാൻ ഒന്ന് ചോദിച്ചു, മെസ്സേജൊക്കെ ഇട്ട് നോക്കി, ഒരു താൽക്കാലിക സഹായം. പക്ഷെ എല്ലാവരും ആ മെസ്സേജ് നോക്കിയിട്ടുണ്ട്, പക്ഷെ ആരും ഒരു മറുപടി തന്നില്ല. അല്ലേലിയ. എനിക്ക് തോന്നുന്നു ഞാനൊരു മെസ്സേജ് ഇട്ട് കഴിയുമ്പോൾ അവർ വേദപുസ്തകം ഒരു വാക്കുണ്ട്, മിണ്ടാതിരുന്ന ദൈവം എന്ന് അറിഞ്ഞുകൊള്ളും എന്ന് പറഞ്ഞ പോലെ നമ്മളെന്തൊരു സഹായം ചോദിച്ചാൽ അവർ മിണ്ടാതിരുന്ന ദൈവത്തെ അറിയുക. കാരണം ഈ വ്യക്തിക്ക് ഇനി സഹായിച്ചിട്ട് ഈ വെള്ളിനി ചോദിച്ചിട്ട് കൊടുക്കണ്ടല്ലോ, മിണ്ടാന്നങ്ങ് ഇരുന്നാൽ മതി എന്ന് ഓർത്ത് പലരും ഈ മെസ്സേജ് കണ്ട് അനങ്ങിയില്ല. അല്ലേലിയ. സ്തോത്രം. അങ്ങനെയൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? എങ്കിലും എനിക്ക് അതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ എന്നാലും ദൈവത്തോട് പറയും, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്ന് കർത്താവേ അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ അല്ലേലിയ മെസൊപ്പൊത്താമ്യയിൽ ഇരിക്കുമ്പോൾ തേജോമനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷമായിട്ട് അബ്രഹാമിന് പറഞ്ഞല്ലോ, ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ നിനക്ക് സന്തതിയെ തരുമെന്ന് പറഞ്ഞ ദൈവമേ അത് അബ്രഹാമിൽ നിവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഞാനും കടന്നു പോകുന്ന ബുദ്ധിമുട്ടുണ്ട്, സങ്കടങ്ങളുടെ വേദനകളുടെ നടുവിൽ എന്റെ ബുദ്ധിമുട്ടൊക്കെ പൂർണ്ണമായിട്ട് തീർത്തു തരുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ. മാനുഷികമായ മുഖങ്ങളൊക്കെ കറക്കും, മാനുഷികമായ ശബ്ദങ്ങളൊക്കെ മാറും. എന്റെ ഏരിയ. എന്നാൽ എന്റെ കർത്താവിന്റെ ശബ്ദത്തിന് മാറ്റം വരും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ കടന്നു പോകുന്ന ബുദ്ധിമുട്ട് ഏതാണോ, നിന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ട്, പണം മാത്രമല്ല ഇവിടെ കേട്ടോ. ഇത് ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ പണം മാത്രമല്ല, നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഏതായിരുന്നാലും, ഒരുപക്ഷെ പുറത്തു പറയാൻ കഴിയുന്നതും പുറത്തു പറയാൻ കഴിയാത്തതും രഹസ്യമായിട്ട് നീ വെച്ച് പ്രാർത്ഥിക്കുന്നതും, അതുപോലെ നിന്റെ ജീവിതത്തിൽ നീ ഒരുപാട് നിന്ദകൾക്കും അപമാനങ്ങൾക്കും പരിഹാസങ്ങൾക്കും വിധേയപ്പെട്ട പല വിഷയങ്ങളുണ്ട്. അതിനകത്തൊക്കെ നീ ബുദ്ധിമുട്ട് അനുഭവിക്കുക. ആ ബുദ്ധിമുട്ടൊക്കെ ഈ മഹത്വത്തോടെ ക്രിസ്തുയേശുവിൽ പൂർണ്ണമായിട്ട് തീർത്തു തരാൻ കഴിയുന്ന ഒരു യേശു നിനക്കുണ്ടെന്ന് നീ വിശ്വസിക്കുകയാണെങ്കിൽ, അല്ലേലിയ, ഇന്ന് പകൽ നിന്റെ ജീവിതത്തിന്റെ ശൂന്യതയെ ദൈവം മാറ്റിത്തരും. കരമടിച്ച് ദൈവത്തെ ഒന്ന് ചോദിച്ചാട്ട്, അല്ലേലിയ, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ചെല്ലുടെ സംസാരിക്കുന്നത്. നിന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ദൈവം തരാൻ പോവുകയാണ്. നിന്റെ ബുദ്ധിമുട്ടുകളെ നീക്കാൻ പോവുകയാണ്. മാനുഷികമായ കരങ്ങളിലെ പുറകേക്ക് പോകുമ്പോൾ കുറുകാത്തൊരു കരമുണ്ട്. അത് യേശുവിന്റെ കരമാണ്. യെശയ്യാപ്രവാചകൻ 59 അധ്യായം 1 വാക്യം വായിക്കും കേട്ടോ. രക്ഷിപ്പാൻ കഴിയാതെ ഒന്ന് കൈ കുറുകി പോയിട്ട് കേൾപ്പാൻ കഴിയാതെ ചെവി മന്ദമായിട്ടുമില്ല. അത് നിന്നെ രക്ഷിപ്പാൻ കഴിയാതെ എന്റെ കർത്താവിന്റെ കരം കുറുകിയിട്ടില്ലെന്ന മനുഷ്യന്റെ കരം കുറുകിയിട്ടുണ്ട്. അല്ലേ? നമ്മളെ ദൈവം വിടിവിക്കുന്നേ. ഞാൻ ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് യാത്ര ചെയ്യുക. കാരണം അല്ലെങ്കിൽ മനുഷ്യന്റെ മുഖം കറക്കുന്നവന്റെ സ്വഭാവം മാറുന്നവന്റെ വാക്കുകൾ തളിച്ചു വരുന്നത്, അല്ലെങ്കിൽ സ്നേഹത്തോടെ ഇരുന്ന പലരും പിന്നെ വിളിച്ചാൽ പോലും അനങ്ങാപ്പാറയെ പോലെ ഇരിക്കുന്ന ഒരുപാട് കാഴ്ചകൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സഹോദരൻ, അല്ലേ? അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു നൽകുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് 34 സങ്കീർത്തനം 10 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. അല്ലേലൂയ. 34 സങ്കീർത്തനം 10 വാക്യം എന്താണ്? ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശദിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു മുട്ടിനും കുറവ് വരികയില്ല. അപ്പൊ ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശദിരിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ, സിംഹക്കുഞ്ഞുങ്ങൾക്ക് ആഹാരം കിട്ടാതെ വന്നാലും, ഈ സിംഹം പ്രസവിച്ച കുഞ്ഞുങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാലേ ഈ തള്ളസിംഹം അല്ലെങ്കിൽ ഇര തേടി കൊടുത്താലേ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കിട്ടുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് ഇര തേടി വേട്ടയാടി പിടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലെ സിംഹക്കുഞ്ഞുങ്ങൾക്ക് അത് വിശന്നിരിക്കും. അല്ലേലിയ എന്ന് പറഞ്ഞവിടെ ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. അല്ലേലിയ. എന്നാൽ യഹോവയെ അന്വേഷിക്കുന്ന ദൈവമക്കൾക്ക് ഒരിക്കലും മുട്ടുണ്ടാകത്തില്ലെന്നാണ് 34 10 വാക്യം. അല്ലേലിയ. അപ്പൊ ഇവിടെ നീ ദൈവത്തെ അന്വേഷിക്കുന്ന ഭക്തന്മാർ, അവർ ഭാഗ്യവാന്മാരാണ്. അവർക്കൊരു നന്മയ്ക്കും കുറവ് വരികയില്ല. അതിനെക്കുറിച്ച് ദാവീദ് ഭക്തൻ പറഞ്ഞതാണ് നമ്മൾ ചിന്തിക്കുന്നുണ്ടേത്.
നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. സങ്കീർത്തന ബസ് 23:6 വായിക്കുന്നുണ്ട്. അപ്പൊ ബാലസിംഹങ്ങളും വിരകിട്ടാതെ വിശന്നിരിക്കുക യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല എന്ന് പറയുന്ന നന്മയും കരുണയുടെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരുമെന്ന് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാമിന് പ്രത്യക്ഷമായ തേജവനായി ദൈവം അബ്രഹാമിന്റെ ജീവിതത്തിന്റെ സകല ബുദ്ധിമുട്ടുകളും നീക്കിക്കൊടുത്തു. അബ്രഹാമിന്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ട് എന്താ? തനിക്കൊരു വാഗ്ദത്ത സന്തതിയില്ലെന്നുള്ളതായിരുന്നു. അതൊരു ബുദ്ധിമുട്ടല്ലേ? നിങ്ങൾക്കൊരു കുട്ടിയില്ലാത്ത ഒരു ബുദ്ധിമുട്ടല്ലേ? നിങ്ങൾക്കൊരു കുട്ടിയില്ലാത്ത, ഒരു വീടില്ലാത്ത, ഒരു സുഹൃത്തുണ്ട് ഭൂമിയില്ലാത്തത്, നിങ്ങൾക്കൊരു ജോലി ഇല്ലാത്തത്, നിങ്ങളുടെ മക്കൾക്ക് ജോലി, നിങ്ങളുടെ മക്കളുടെ രോഗം, ഭാരം, നിങ്ങളുടെ ജീവിത കഷ്ടതകള്, നിന്റെ കുടുംബത്തിന് അനുദിനമുണ്ടാകുന്ന പ്രതിസന്ധികളെല്ലാം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടല്ലേ? അതെന്നെ ബുദ്ധിമുട്ടാണ്. അതെല്ലാം മാറ്റിത്തരാൻ ദൈവം ആഗ്രഹിക്കുക. അതാണ് എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനോടൊപ്പം വിശ്വസിച്ച് പൂർണ്ണമായി തീർന്നതിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകുകയില്ല. അബ്രഹാമിന്റെ ജഡികമായ കണ്ണുകൾ ആകാശത്തിൽ ജ്വലിച്ച് പ്രകാശിച്ച് നക്ഷത്രങ്ങളെ കണ്ടു. അബ്രഹാമിന്റെ ജഡികമായ കണ്ണുകൾ, ഹല്ലേലൂയ, ആ ജഡികമായ കണ്ണുകൾക്കുള്ളിൽ പ്രകാശം വന്നു. യഹോവയായ ദൈവനെ പുറത്തു കൊണ്ടുവന്ന് ഈ ആകാശത്തിലേക്ക് നോക്കുക. നക്ഷത്രങ്ങളെ പോലെ നിന്റെ സന്തതിയെ നിനക്ക് കാണാൻ കഴിയും, നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാമിന്റെ ജഡികമായ കണ്ണുകളെല്ലാം മാറി. ഹല്ലേലൂയ. അബ്രഹാമിന് പുതിയ അനുഭവം. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങളുടെ ആത്മീയ കണ്ണുകൾ പ്രകാശിക്കട്ടെ. അബ്രഹാമിന്റെ ജഡിക കണ്ണുകൾ പോലെ ആകാതെ അബ്രഹാമിന്റെ ജഡിക കണ്ണുകൾക്ക് പിന്നീട് വെളിച്ചം വന്നതുപോലെ നിന്റെ ജഡികമായ കണ്ണുകൾ മാറി നിനക്കൊരു ആത്മീയമായ കണ്ണ്, ഹല്ലേലൂയ, ആമീൻ, തുറക്കപ്പെടുന്നെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ കർത്താവിന്റെ വാഗ്ദത്തം പ്രാപിപ്പാൻ നിനക്ക് കഴിയും. ഹല്ലേലൂയ. ആ സ്വർഗീയ തേജസ്സിന്റെ, ഹല്ലേലൂയ, ആ മഹത്വം നിങ്ങൾ കാണാം. സ്വർഗീയ തേജസ്സാ നിറയപ്പെട്ട് നിൽക്കുന്ന നിന്റെ ജീവിത സാഹചര്യത്തെ നീ കാണണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ലോകമെമ്പാടും കഷ്ടം സഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളോട് പറയട്ടെ, ലോകമെമ്പാടും വിവിധ തലങ്ങളിൽ ബുദ്ധിമുട്ടുകൾ കടന്നു പോകുന്നവർ പറയട്ടെ, അത് നീ കേരളത്തിലാകട്ടെ, ഭാരതത്തിലാകട്ടെ, ലോക രാജ്യങ്ങൾ എവിടെയാകട്ടെ, നിന്റെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ദൈവം വിശ്വസനാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരൻ, നിന്റെ ബുദ്ധിമുട്ട് പരിഹരിച്ച് നൽകുവാൻ നീ ഏത് വിഷയത്തിനാണ് ഭാരപ്പെടുന്നത്? നിന്റെ കുടുംബത്തെക്കുറിച്ച് നീ ഭാരപ്പെടുകയാണ്. അതൊരു ബുദ്ധിമുട്ടല്ലേ? ഹല്ലേലൂയ. അത് പരിഹരിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് തേജോമനമായി ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. സ്വതന്ത്രം വിശ്വസിച്ച് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ഇന്ന് പകരം ഞാൻ ഈ ദൈവത്തിന് പറയുമ്പോൾ ഞാൻ ഓരോ ദിവസവും മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഹല്ലേലൂയ. എന്താണ്? അനേക കുടുംബങ്ങൾ തകർന്ന് മദ്യപാനം കൊണ്ടാണ്. കുടുംബത്തിനകത്തെ പുരുഷന്മാർ അധ്വാനിച്ചു കൊണ്ടിരുന്ന പണം കുടുംബത്തിനകത്ത് മക്കൾക്കും ഭാര്യയ്ക്കും അനുഭവിക്കാൻ കഴിയാതെ കുടുംബത്തിനകത്തെ ബുദ്ധിമുട്ട് അറിഞ്ഞ് ജീവിക്കുന്ന സഹോദരന്മാർ പോലും ആ കുടുംബത്തിന്റെ ബുദ്ധിമുട്ട് തീർക്കാൻ അവര് ചോര വിയർപ്പാക്കി കൊണ്ടുവരുന്ന പൈസ ആര് കൊണ്ടുപോവുക? ഇവിടുത്തെ ബാറുകാരും ബീവറേജുകാരും കള്ളുഷാപ്പുകാരും പിന്നെ ഇവിടുത്തെ ഒരിക്കലും അടിക്കാത്ത ലോട്ടറി, സർക്കാർ ജനത്തെ പറ്റിക്കുന്ന ലോട്ടറി, ഈ കേരളത്തിലുള്ള ജനത്തെ മുഴുവൻ വഞ്ചിതരാക്കുന്ന മനുഷ്യന്റെ പണം, അധ്വാനം, അവന്റെ വിയർപ്പ് പിടിച്ചു മേടിക്കുന്ന, അവന്റെ വിയർപ്പ് പിടിച്ച് പിഴിഞ്ഞൂറ്റിയെടുക്കുന്ന കള്ളത്തരത്തിന്റെ വ്യാജത്തിന്റെ വെറും ക്രൂരതയുടെ ചതിയുടെ നികൃഷ്ടമായ ഒരു പ്രവൃത്തിയാണ് ഈ ലോട്ടറി എന്ന് പറയുന്ന. അത് നിന്റെ അധ്വാനപരം പിഴിഞ്ഞെടുക്കുക, നിന്നെ നശിപ്പിക്കുക. അല്ലെങ്കിൽ ഒരിക്കലും അടിക്കാത്ത ലോട്ടറി. വല്ലപ്പോഴൊക്കെ അടിക്കും. കോടിക്കണക്കിന് ലോട്ടറി ടിക്കറ്റ് അടിച്ച് കോടിക്കണക്കിന് രൂപ സർക്കാർ ഉണ്ടാക്കിയിട്ട് അതിനകത്തുനിന്ന് ഒരു പ്രൈസ് കൊടുത്തിട്ട് അടിച്ചെന്ന് പറയട്ടെ, എന്താ കാര്യം ഇരിക്കുന്നത്? നിന്റെ പണം എത്ര പോയി? ഹല്ലേലൂയ. അപ്പൊ നിന്റെ കുടുംബത്തിനകത്തെ ബുദ്ധിമുട്ട് തീർക്കുവാൻ നീ ചോര വിയർപ്പാക്കി പണിയെടുത്ത പൈസ ഇപ്പൊ എവിടെ പോയി? കള്ളുഷാപ്പിൽ പോയി, ബീവറേജിൽ പോയി, ലോട്ടറി ടിക്കറ്റുകാരെ കൊണ്ടുപോയി, സർക്കാർ മോഷ്ടിച്ചെടുത്തു, പിടിച്ചു പറിച്ചു. സർക്കാർ നമ്മൾ പിടിച്ചു പറിച്ചെടുക്കുക. സർക്കാരിന് മോഷ്ടിക്കാനും പിടിച്ചു പറിക്കാനും ഒക്കെയാണ് ഈ ലോട്ടറിയും കള്ളുഷാപ്പും ഒക്കെ വെച്ചിരിക്കുന്നത്, ബാറും ഒക്കെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്താ? നിന്റെ കുടുംബത്തിനകത്ത് ബുദ്ധിമുട്ട് വന്നു. നിന്റെ കുടുംബത്തിൽ ബുദ്ധിമുട്ട്, നിന്റെ കുടുംബത്തിനകത്ത് അരിയുണ്ടോ, ഉപ്പുണ്ടോ, മുളകുണ്ടോ, അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് മക്കൾക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ടോ? നിന്റെ കുടുംബത്തിനകത്തെ ബുദ്ധിമുട്ട്, കുടുംബജീവിതത്തെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ കഴിയുന്നുണ്ടോ? നീ ഇന്ന് കടക്കാരനല്ലേ? ഇന്ന് നീ ബ്ലേഡ് ചെയ്ത് പൈസ എടുക്കുകയല്ലേ? ബ്ലേഡുകാരൻ നിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുകയല്ലേ രാവിലെ കൂറും? എന്തുകൊണ്ടാണ് ബ്ലേഡുകാരനും ഇൻസ്റ്റോൾമെന്റുകാരനും
പിന്നെ കുടിശ്ശികയും ചിട്ടിപ്പിരിവും എല്ലാം കൊണ്ട് നിന്റെ കുടുംബം തകർന്ന് തരിപ്പണമായി നിന്റെ ബുദ്ധിമുട്ട് തീർക്കാൻ, നിന്റെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടി ദൈവം നിനക്ക് ആരോഗ്യം തന്നു, ചോരയും നീരും തന്നു. ദൈവം നിനക്ക് ജോലി തന്നു. ആ ജോലി ചെയ്ത് കിട്ടിയ ചോര വീർപ്പം കിട്ടിയ പൈസ കൊണ്ട് നിന്റെ കുടുംബത്തിന്റെ ബുദ്ധിമുട്ട് തീർക്കണം. അല്ലാതെ ലോകത്തിന് നീ ലോകപ്രകാരം പോകരുത് കേട്ടോ. ഫ്രീസറോ അല്ലേലിയ മാനസാന്തരപ്പെടണം. ഫ്രീസർ ഞാനൊക്കെ പണ്ട് ലോട്ടറി എടുത്ത് മുടിഞ്ഞ ആളാണ് കേട്ടോ. അല്ലേലിയ സ്റ്റോർ. അതുകൊണ്ടൊക്കെ പറയുന്നത് രക്തം ചെയ്യും. ഫ്രീസറോ പിന്നെ കേൾക്കുന്ന ഫ്രീസർ നമ്മുടെ ബുദ്ധിമുട്ട് തീർക്കാൻ നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. നമ്മുടെ ബുദ്ധിമുട്ട് തീർക്കാൻ നമ്മുടെ കർത്താവിന് കഴിയും. പക്ഷെ നമ്മുടെ ബുദ്ധിമുട്ട് തീർക്കുവാൻ നിനക്ക് തരുന്ന ആരോഗ്യം, നിനക്ക് തരുന്ന സമയങ്ങൾ, സന്ദർഭങ്ങൾ, അത് നീ അബ്രഹാമിനെ പോലെ തേജോമനായ ദൈവത്തിന് വേണ്ടി നീ പ്രയോജനപ്പെടുത്തണം. ഫ്രൈസലോ ലേലി. അങ്ങനെ നീ തേജോമനായ ദൈവത്തിന് വേണ്ടി നിന്റെ ജീവിതത്തെ നീ സമർപ്പിച്ചു കൊടുക്കും. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അപ്പൊ ആകാശം മുഴുവനും അബ്രഹാമിന് കുഞ്ഞുങ്ങൾ തന്നെ. ആകാശം മുഴുവനും അബ്രഹാമിന് കുഞ്ഞുങ്ങൾ തന്നെ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കർത്താവ് അബ്രഹാമിനെ പുറത്തു കൊണ്ടുവന്നിട്ട് ആകാശത്തിലേക്ക് നക്ഷത്രങ്ങളെ എണ്ണ ഇതുപോലെ സന്തതിയാകും എന്ന് പറയുമ്പോൾ അബ്രഹാം എന്താ കണ്ടു? ദർശനം. ആകാശത്തിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെ എനിക്കിതുപോലെ കുഞ്ഞുങ്ങളുണ്ടാവും. അനേക ദേശങ്ങളിൽ നിന്നും അനേക ജാതികളിൽ നിന്നും വരുന്ന കുഞ്ഞുങ്ങൾ. അനേക ദേശങ്ങളിൽ നിന്ന് ലോകത്തിന്റെ 7 ഭൂഖണ്ഡങ്ങൾ നോക്കിയാൽ 800 കോടി ജനത്തെ പരിശോധിച്ച് നോക്കിയാൽ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത് പോലെ അബ്രഹാമിന്റെ മക്കൾ ദൈവം കൊടുത്ത വാഗ്ദത്തം ഇങ്ങനെ മിന്നിത്തിളങ്ങി നിൽക്കുകയാണ്. ഹല്ലേലൂയ. പെട്ടെന്ന് അവന്റെ കണ്ണുകൾക്ക് പ്രകാശമേറി പ്രത്യേകമായൊരു നക്ഷത്രത്തെ കണ്ടു. അബ്രഹാം പെട്ടെന്ന് തന്റെ ജഡിക കണ്ണുകൾ കൊണ്ട് ആകാശത്തേക്ക് നോക്കിയപ്പോൾ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന നിറത്തിലുള്ള ഒരു പ്രത്യേകത അവൻ അനുഭവിച്ചു. സ്തോത്രം. എന്റെ ഏകജാതനായ പുത്രനെ നിനക്ക് തരുവാൻ ആമീൻ അബ്രഹാമിൻ മടി കാണിക്കാഞ്ഞതുകൊണ്ട്, തന്റെ ഏകജാതനായ മകനെ മടി കാണിക്കാത്തത് കൊണ്ടും ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അപ്പൊ ദൈവം അനുഗ്രഹിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി ആമീൻ തുടങ്ങി വെച്ചാൽ അത് പിന്നെ അടയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെ അബ്രഹാമിന് ദൈവം ഒരു സന്തതിയെ കൊടുത്തു. ആ സന്തതിയെ ദൈവം പറഞ്ഞു നീ യാഗം കഴിക്കണം. ആ യാഗത്തിന് അബ്രഹാം യാതൊരു മടി കൂടാതെ തന്റെ മകനായിരിക്കും ഇസഹാക്കിനെ യാഗം കഴിക്കാൻ മോറിയാമലയിൽ കൊണ്ടുപോയി. ദൈവം ചെയ്തു. അവിടെ ആട്ടുകൊറ്റനെ കരുതി കൊടുത്തു. അബ്രഹാം ഒരു മകനോട് തിരിച്ചു വന്നു. ഉൽപ്പത്തി 22:17 വായിക്കുന്നുണ്ട്. നിന്റെ ഏകജാതനായ പുത്രനെ തരുവാൻ നീ മടി കാണിക്കായിക്കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിച്ചു. പ്രൈസലോ. അത് ദൈവം തേജോമനായ ദൈവം നമ്മോട് എന്ത് പറഞ്ഞാലും അത് നമ്മൾ ചെയ്യാൻ തയ്യാറാകണം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ സ്നേഹിത അനേകം ആളുകളെ മഹത്വത്തിലേക്ക് കൂട്ടിച്ചേർക്കത്തക്ക നിലയിൽ അവനാണ് സുപ്രദശത്രമാകുന്ന യേശു ക്രിസ്തു. ഹല്ലേലൂയ എന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 22:16 വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെ എങ്ങനെയാണ് ഇരിക്കുന്നത്? യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി ആമീൻ പറയുന്ന ദൂതെന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് ആമീൻ സൂപ്പർ നക്ഷത്രമാണെന്ന്. ഹല്ലേലൂയ. അത് അബ്രഹാമിന്റെ വംശത്തിൽ അബ്രഹാമിന്റെ സന്തതി പിന്നീട് ഉദയ നക്ഷത്രമായിരിക്കും, സൂപ്പർ നക്ഷത്രമായി യേശു ക്രിസ്തു ജനിച്ചു എന്ന് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഞങ്ങൾ സാക്ഷിക്കുന്നത് എന്റെ ദൂതനെ അയച്ച് ഞാൻ ദാവീദിന്റെ പേരും വംശവും ശുഭ്രവുമായി ഉദയ നക്ഷത്രമാകുന്നുവെന്ന്. അത് ദൈവം നമ്മുടെ സ്ഥിതിയെല്ലാം മാറ്റുമെന്നേ. ഇതിന്റെ സാഹചര്യങ്ങളെല്ലാം ദൈവം മാറ്റും. ഹല്ലേലൂയ. അതുകൊണ്ട് അബ്രഹാം നക്ഷത്രങ്ങളെ നോക്കി ആനന്ദിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഉഭയനക്ഷത്രമായിരിക്കുന്ന ശുഭ്രനക്ഷത്രമായിരിക്കുന്ന അനവധി മക്കളെ അബ്രഹാം ദർശനത്തിൽ കണ്ടു. അങ്ങനെ അബ്രഹാം ശുഭ്രനക്ഷത്രമായിരിക്കുന്ന മക്കളെ ദർശനത്തിൽ കണ്ടതുകൊണ്ട് പിന്നീട് ദാവീദിന്റെ വംശത്തിൽ നിന്ന് എന്ത് ചെയ്തു? യേശുക്രിസ്തു ജനിച്ചു. യേശുക്രിസ്തു ആകുന്ന ശുഭ്രനക്ഷത്രത്തിലൂടെ നമ്മളെ ഓരോരുത്തരും വീണ്ടും ജനിപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാം പ്രകാശമാക്കി മാറ്റിയിരിക്കുകയാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുവാൻ നമ്മുടെ ജഡിക കണ്ണുകളെ മാറ്റിയിട്ട് നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറന്നവൻ തന്നു. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ആമീനിന്റെ ജഡിക കണ്ണുകൾ മാറിയിട്ട് എന്റെ ആത്മീയ ദൃഷ്ടി പ്രകാശിക്കട്ടെ. ആമീൻ നീ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കണം. നിന്റെ ജീവിതത്തിന്റെ ഇരുള് മാറി പോകട്ടെ, നിന്റെ അന്ധകാരം മാറി പോകട്ടെ. നീ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് ദൈവം ഒരു മാറ്റം തരാൻ പോവുകയാണ്. നിന്റെ കഷ്ടത മാറാൻ പോവുകയാണ്. നീ ബിസിനസ്സിൽ തകർന്നിരിക്കുകയാണോ? ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണോ? കടക്കിണി നീ കടന്നു പോകേണ്ട ഒരു ജോലിക്ക് അപേക്ഷിച്ചിട്ടും വഴിയില്ലാതെ വഴി മുട്ടിയിരിക്കുകയാണോ? പല വാതിലുകളിൽ നീ ചെന്നിട്ട് എല്ലാ വാതിലുകളും നിന്റെ
മുമ്പിൽ കൊട്ടി അടച്ച് നിന്നെ ആരും ഗവനിക്കുന്നില്ല, നീ വളരെ മാനസികമായി തകർന്നിരിക്കുന്ന വ്യക്തിയാണോ? ജീവിതത്തെ വിവിധമായ പ്രശ്നങ്ങളാൽ പ്രതിസന്ധികളാൽ കണ്ണുനീർ തൂകുന്ന വ്യക്തിയാണോ? സഹോദര സഹോദരി, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നത്, അബ്രഹാമിന്റെ ജഡിക കണ്ണുകൾ കൊണ്ട് ആകാശത്തിലേക്ക് നോക്കിയപ്പോൾ മിന്നിത്തിളങ്ങുന്ന ശുഭ്ര നക്ഷത്രങ്ങളെ കണ്ടതുപോലെ നിന്റെ ജഡിക കണ്ണുകൾ നോക്കി നീ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തിൽ വിശ്വസിച്ച് നിന്റെ ആത്മീയ ദൃഷ്ടി പ്രകാശിക്കുമെന്ന് നീ ദൈവമുഖത്തേക്ക് നോക്കുന്നെങ്കിൽ, ശുഭ്ര നക്ഷത്രമായിരിക്കുന്ന യേശുക്രിസ്തുവിനെ നോക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ ഇരുളിനെ മാറ്റി തരുവാൻ നിന്റെ കർത്താവിന് കഴിയും. ഇന്ന് പകൽ പരിശുദ്ധമാവിനോട് ശക്തമായി പറയുന്ന ദൂത്, നിന്റെ കഷ്ടത മാറാൻ പോകുക, നിന്റെ സങ്കടങ്ങൾ മാറാൻ പോകുക, നിന്റെ പരാജയങ്ങൾ മാറാൻ പോകുക, നിന്റെ താഴ്ചയിൽ നിന്റെ ദൈവം ഉയർത്താൻ പോവുകയാണ്. അത് നിന്റെ ജഡികമായ കണ്ണുകൾ മാറി ആത്മീയ കണ്ണുകൾ പ്രകാശിക്കട്ടെ. പ്രൈസലോ, ആത്മീയ കണ്ണുകൾ പ്രകാശിക്കണം. സ്തോത്രം. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മൾ ഈ പെട്ടെന്ന് പണക്കാരനാകാൻ ശ്രമിക്കരുത്. നമ്മൾ ഇന്നത്തെ പ്രവചനം ദൂതും പ്രവാചക സൂട്ട് ന്യൂ ജനറേഷൻ കണ്ടില്ല, പെട്ടെന്ന് പണക്കാരനാക്കിയെടുക്കുന്ന ശുശ്രൂഷയാണ്. പക്ഷെ അതെല്ലാം താൽക്കാലികമാണ് കേട്ടോ, ആശ്ചര്യമായിട്ടുള്ള ശുശ്രൂഷകളാണ്. അതെല്ലാം വന്നു ഇതാ പോയെന്ന് പറഞ്ഞ പോലെ അങ്ങനെയൊക്കെയാ. എന്നാൽ അബ്രഹാമിന് അങ്ങനെ, അബ്രഹാം നീണ്ട 25 വർഷം കൊണ്ട് കാത്തിരുന്ന്, 25 വർഷം കാത്തിരുന്ന് തന്റെ ജീവിതത്തിനകത്ത് താൻ നീക്കിക്കളയുന്ന എല്ലാം നീക്കിക്കളഞ്ഞ് തന്നെ ഒന്ന് വെടിപ്പാക്കി ശുദ്ധീകരിച്ച് തന്റെ ജഡിക കണ്ണുകൾ പ്രകാശിക്കുവാൻ കഴിയുന്ന നിലയിലേക്ക് അബ്രഹാമിനെ ദൈവം നടത്തി കഴിഞ്ഞിട്ടാണ് അബ്രഹാമിനെ പുറത്തു കൊണ്ടുവന്ന് ആകാശത്തിലേക്ക് നോക്കാൻ പറഞ്ഞത്. എന്റെ സ്വോത്രം. അത് ഇതിന്റെ ജഡികമായ കണ്ണുകൾ കൊണ്ടുള്ള നോട്ടം നീ ഒന്ന് മാറ്റി വെച്ചിട്ട് ആത്മീയ കണ്ണുകളൊന്ന് തുറന്നാൽ, സഹോദര സഹോദരി, നിന്റെ കഷ്ടം മാറും. പ്രേക്ഷ, എത്ര കാലമായി നീ വിദേശത്ത് കടന്ന ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു, നല്ലൊരു ജോലി കിട്ടാൻ, നല്ലൊരു സാലറിക്ക് വേണ്ടി, ഹല്ലേലൂയ, ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു, ഹല്ലേലൂയ. 6 മാസം കൂടുമ്പോൾ ജോലി കിട്ടും, പിന്നെ 6 മാസം വേറെ ജോലി, അങ്ങനെ നിനക്ക് പെർമനന്റ് ആയി തീരാവും. നീ എത്ര നാളെ കഷ്ടം സഹിക്കുന്നത്? അതിനെ ദൈവം മാറ്റാൻ പോവുകയാണ്. അബ്രഹാമിനോട് പ്രത്യക്ഷമായി തേജോവനായി ദൈവം നിനക്ക് പ്രത്യക്ഷമായി നിന്റെ ബുദ്ധിമുട്ടുകൾ, നിന്റെ അലച്ചിലുകളെ ദൈവം മാറ്റാൻ പോവുക. കരമടിച്ച് ദൈവത്തെ ആസ്വദിച്ചാട്ട് ഇന്ന് ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും കേട്ടോ. എന്നൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. മത്തായിയുടെ സുവിശേഷ അബ്രഹാമിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി എന്ന് നമുക്ക് ആരംഭിക്കാൻ ഭൂമി കഴിഞ്ഞു. യേശു ഭൂമിയിൽ വന്നതിന്റെ ആ ലക്ഷ്യം തന്നെ അനേകം മക്കളെ മഹത്വത്തിലേക്ക് കൂട്ടിച്ചേർക്കാനാണെന്ന് അവൻ ഇബ്രാഹിം ലേഖനം 2:10 കാണുന്നുണ്ട്. അതിനു വേണ്ടിയാണ് അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചതും, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി മരിച്ചതും നമുക്ക് വേണ്ടി ഈ പരമയാഗമായി മാറിയതും. എന്നിട്ട് യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ സ്ഥലത്ത് യോഹന്നാന്റെ സുവിശേഷം 14:6 വെളിപ്പെടുത്തി തന്നത്. അതേ സ്നേഹിത, അനേക വിശുദ്ധന്മാരെ ദൈവം ഈ നാളുകളിൽ ലോകത്തിൽ വേർതിരിക്കാൻ പോവുകയാണ്. ചെടി കണ്ണുകളെ മാറ്റി ആത്മീയ കണ്ട് പ്രകാശിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കുന്ന, കർത്താവിന്റെ നിലകൊള്ളുന്ന അനവധി ഭക്തന്മാരെ ദൈവ നാളുകൾ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. നിന്റെ ജീവിത കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, നൊമ്പരങ്ങൾ എല്ലാം മാറ്റിയിട്ട് ദൈവം നിനക്ക് വേണ്ടി ചില വഴികൾ തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ആമീൻ. അതിനുവേണ്ടി കർത്താവിക്ക് അവൻ ക്രൂശിലൂടെ ഗോപിണിയായി മാറി സ്വർഗത്തിലെത്തിയത്, വഴി കാണിച്ചു തന്നത്. വഴിയും സത്യം ജീവനുമായവൻ അവൻ മാത്രമാണ്. വഴിയും സത്യം ജീവനുമായവൻ യേശു മാത്രമാണ്. ഹല്ലേലൂയ. അനേക വിശുദ്ധന്മാർ കാൽവരി ക്രൂശിൽ തൂങ്ങിയ അവനെ കോവേണിയായി കണ്ടെന്ന് ഞാൻ പുസ്തകത്തിൽ വായിച്ചു. കാൽവരി ക്രൂശ് നമുക്ക് വേണ്ടി മരിച്ച കർത്താവ്, അവൻ തൂങ്ങിയ ക്രൂശ്, ഹല്ലേലൂയ, ആ ക്രൂശിനെ ഒരു കോവേണിയായി കണ്ടു. ഹല്ലേലൂയ. കാൽവരി ക്രൂശിൽ തൂങ്ങിയ കർത്താവിനെ ഒരു കോവേണിയാക്കി, അവന്റെ മുറിവുകളെ പടികളാക്കി. കാൽവരി ക്രൂശ് നമുക്ക് വേണ്ടി തൂങ്ങിയ കർത്താവിനെ ഒരു കോവേണിയാക്കി, അവന്റെ മുറിവുകൾ നമ്മൾക്ക് പടികളാക്കി മഹത്വത്തിന്റെ ദേശത്തിൽ വേഗമായി ചേർത്തുകൊള്ളുമെന്ന് ഉൽപ്പത്തി പുസ്തകം 19 വന്ന്. അപ്പൊ ആദ്യം അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ക്രൂശിൽ തൂങ്ങിയ കർത്താവ്, അവന്റെ ശരീരം നമുക്കൊരു ഗോവേണിയായി, അവന്റെ മുറിവുകൾ നമുക്ക് പടികളായി, ആ മഹത്വത്തിലേക്ക് പ്രവേശിക്കാനാണോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിച്ച് വായിച്ചു. ശരിയാണ്, കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ പരമയാഗമായി മാറിയത്. യാക്കോബ് അല്ലെങ്കിൽ സ്വർഗത്തെ ഭൂമിയോളം കോവേണ്ടി അതിൽ കൂടെ ദൈവവും കയറി ഇറങ്ങും ചെയ്തെന്ന് പറഞ്ഞ പോലെ പുതിയ നിയമത്തിൽ വന്ന നിനക്ക് വേണ്ടി കർത്താവ് ക്രൂശിൽ പരമയാഗമായി ക്രൂശിൽ തൂങ്ങിയെങ്കിൽ അത് സ്വർഗത്തിലേക്ക് നിനക്കുള്ളൊരു കോവേണിയായിരുന്നു. ഹല്ലേലൂയ. അവന്റെ മുറിവുകൾ നിനക്ക് അങ്ങോട്ട് നടന്നുകിற പടികളായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ഈ ഭൂമി നിങ്ങൾ അബ്രഹാമിനെ പോലും നിങ്ങളുടെ ചെടിക്ക് കണ്ണു മാറി യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തെ നിറയപ്പെടട്ടെ. ചെടിക്ക് കണ്ണുകൾ മാറി നിങ്ങളുടെ ആത്മീയങ്ങളെ തുറക്കട്ടെ. അബ്രഹാമിന്റെ സന്തതിയും ക്രിസ്തുവിന്റെ സന്തതിയിൽ പോലെ ശോഭിക്കും. അബ്രഹാമിന്റെ സന്തതിയെ പോലെ നിങ്ങൾ ശോഭിക്കും. ഹല്ലേലൂയ. പുതിയ ക്രിസ്തുവിന്റെ മക്കളായി നിങ്ങൾ ശോഭിക്കും. ഹല്ലേലൂയ.
അങ്ങനെ ആമേൻ നിങ്ങൾ നിത്യതയിലെ മഹത്വത്തിൽ നിങ്ങൾ അവിടുത്തെ രാജ്യത്തിന്റെ അവകാശിയായി മാറും. നിത്യതയിൽ ആ മഹത്വത്തിന്റെ രാജ്യത്തിന്റെ അവകാശിയായി മാറും. അതെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പകൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത ഹല്ലേലൂയ. ആമീൻ. ദാനിയേലിനെ കുറിച്ച് വേദപുസ്തകം പറയുമ്പോൾ എന്താണ് കാണുന്നത്? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ബുദ്ധിമാന്മാർ ആകാശ മണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും രീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കുമെന്നാണ്. അതെ, ആ ഒരു അനുഭവത്തിലേക്ക് ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെ നിന്റെ തലമുറയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ബുദ്ധിമുട്ട് തീർക്കാൻ ആഗ്രഹിക്കുക. തേജോമനായി ദൈവം ഇന്ന് പകൽ നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക. ചെടിക്ക് കണ്ണുകളെ മാറ്റിയ പാദപീഠത്തിലിരുന്ന് കർത്താവേ എന്നോടൊന്ന് സംസാരിക്കണമേ, എന്നോടൊന്ന് ഇടപെടണമേ. അബ്രഹാമിനെ അനുഗ്രഹിച്ച കർത്താവേ, അബ്രഹാമിന് ആമെ അനുഭവം ശുഭ്ര നക്ഷത്രങ്ങളെ സ്വർഗത്തിൽ കാണിച്ചു കൊടുത്തതുപോലെ എന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ ഒന്ന് മാറ്റിത്തരണമേ, ഞാൻ അനുഭവിക്കുന്ന നിന്നെയൊന്ന് മാറ്റണമേ, എന്റെ കഷ്ടതയൊന്ന് മാറ്റണമേ എന്ന് നീ ദൈവത്തോട് പറയുന്നെങ്കിൽ ഇന്ന് പകൽ കർത്താവ് അത്ഭുതം ചെയ്യും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനെ വചനം കേട്ടുകൂടി ചെറിയവരെയും വലിയവരെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന ലോകരാജ്യം 800 കോടി ജനം ശൈശവത്തിലും ബാല്യത്തിലും മക്കളും കൗമാര യൗവനത്തിലും വാർദ്ധരാനുഭവത്തിൽ അശന യാചന ഓർഫിന്റെ ചോള തടവറയിലായിരിക്കുന്ന ജാതിമത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ കുടിലോട്ട് കോട്ടായിരത്തി വരെ പാർക്കുന്ന എന്റെ മത നേതാക്കന്മാരെ, എല്ലാ രാഷ്ട്രീയക്കാരെയും, എല്ലാ ഭരണ സംവിധാനങ്ങൾ ഇരിക്കുന്ന ജനത്തെയും കർത്താവിയുടെ കരങ്ങളിൽ ഈ ജനമെല്ലാം മടങ്ങി വന്ന് ജഡിക കണ്ണുകൾ മാറി ആ തേജോപന്നായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് സകല ബുദ്ധിമുട്ടുകളിൽ നിന്ന് ജനം വിടുതൽ പ്രാപിക്കാനായി പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.